ബി.ജെ.പി. ആദ്യമായി നഗരഭരണം പിടിച്ച തിരുവനന്തപുരത്ത് വി രാജേഷ് മേയറാകാനാണ് കൂടുതൽ സാധ്യത. മേയറെ തീരുമാനിക്കുന്നതിൽ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായാൽ ആർ ശ്രീലേഖ അടക്കമുള്ളവർക്കും പരിഗണന ഉണ്ടായേക്കും. 30 വർഷത്തെ തുടർച്ചയായ ഇടത് ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായതിന്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് മേയർ സ്ഥാനാർത്ഥി ആരാകണം എന്ന കാര്യത്തിലടക്കം വലിയ തരത്തിലുള്ള മേയർ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണമെന്ന കാര്യത്തിൽ അടക്കം ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ അടക്കം പരിഗണനകൾ വലിയ ചർച്ചകളിലേക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത കൈവന്നിരിക്കുന്നത്. ഒരുപക്ഷെ വി രാജേഷിന്റെ പേരിന് തന്നെയാണ് നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രഥമ പരിഗണന. അതിനുശേഷം പരിഗണിക്കപ്പെടുന്നത് മുൻ DGP കൂടിയായ ആർ ശ്രീലേഖയുടെ പേരാണ്. എന്തായാലും ഈ രണ്ട് പേരുകളാണ് ചർച്ചകളിൽ നിറയുന്നത്. വി രാജേഷ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടാൽ ആർ ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ ആയേക്കും എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. എന്തായാലും 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തും എന്ന വാഗ്ദാനം അത് പാലിച്ചിരിക്കുമെന്ന് വി രാജേഷ് എന്ന മാധ്യമങ്ങളോട് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കേവലം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു വിജയം എന്നതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനുണ്ടായ വലിയ വിജയത്തിലൂടെ ബി.ജെ.പി. മുമ്പോട്ട് വെക്കുന്നത്. അവരുടെ ലക്ഷ്യവും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മേയർ സ്ഥാനത്തേക്ക് കൃത്യമായി എല്ലാ നേതാക്കളെയും പ്രത്യേകിച്ച് ദേശീയ നേതൃത്വത്തിന് അടക്കം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഒരാളെ കൊണ്ടുവരാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ നേതൃത്വം ആർ ശ്രീലേഖയായിരിക്കുമോ അതോ വി രാജേഷിനെയുമായിരിക്കുമോ പിന്തുണയ്ക്കുക എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. അത് സംബന്ധിച്ച കൂടിയാലോചനകളൊക്കെ ഇന്നലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസത്തിനകം അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ബി.ജെ.പി. വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. തിരുവനന്തപുരം നഗരസഭയിലുണ്ടായ തോൽവിയിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനെ കുറ്റപ്പെടുത്താനാവില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ആര്യ തന്റെ ആരോഗ്യ പരിമിതികൾക്കുള്ളിൽ നിന്ന് പരമാവധി പ്രവർത്തിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. അല്ല, അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതിയും കൂടെ പരിഗണിച്ചുകൊണ്ട് അവർ പരമാവധി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തോറ്റപ്പോൾ ഇതെല്ലാ കുറ്റവും കൂടെ കൊണ്ട് മേയറുടെ തലയിൽ ചാരാം, ജയിച്ചിരുന്നെങ്കിൽ നല്ല മേയർ എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അവർ ചെയ്തിട്ടുണ്ട്.